സർവ്വമ്മയെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. കാര്യം സർവ്വമ്മ ഇപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് 100 കോടി ക്ലബ്ബിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഥാസംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതും പ്രശ്നമല്ല, സ്പോയിലർ ആവത്തില്ല. അതായത് ഈ അഖിൽ സത്യൻ ഇതിനകത്ത് മുന്നോട്ട് വെച്ചൊരു പുതിയൊരാശയമുണ്ടല്ലോ. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. പ്രണയ സംബന്ധമായിട്ട് അഖിൽ സത്യൻ മുന്നോട്ട് വെച്ച ഈ സ്ത്രീ പുരുഷ സമവാക്യങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ബന്ധ തലങ്ങളെ, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ തലമുറയുടെ പഴഞ്ചൻ സദാചാര സങ്കല്പത്തെയൊക്കെ പൊളിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ പുതിയ തലമുറയുടെ, അതായത് ഒരു പെണ്ണ് ഇഷ്ടമല്ല, അവൾ തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ അവൾ റിജക്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ കൊല്ലാൻ നടക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു തലമുറയ്ക്ക് കൃത്യമായിട്ട് എങ്ങനെ ഒരു വളരെ പക്വതയോടുകൂടി പ്രണയത്തെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു കാഴ്ച ഈ പ്രഭേന്ദു നമ്പൂതിരി എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടറും മറ്റേ പ്രീതി മുകുന്ദൻ്റെ ക്യാരക്ടറുണ്ടല്ലോ, സാധ്യ എന്ന് പറഞ്ഞ്, അവർ തമ്മിലുള്ള പ്രണയത്തിൽ നല്ല രസകരമായിട്ട് കാണിച്ചു തന്നു. ഈ സാധ്യ ശരിക്കും പറഞ്ഞ പ്രണയം തകർന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രഭേന്ദുവായിട്ട് പരിചയപ്പെടുന്നതും പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് പോവുകയും ചെയ്യുന്ന വളരെ മനോഹരമായൊരു കാഴ്ച അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ സാധ്യ ശരിക്കും മറ്റേ പയ്യനെ പറഞ്ഞു വിടുമ്പം അവൻ്റെ ഫുൾ ഡ്രസ്സ്, അവൻ്റെ ഷൂസ്, ബൂട്ട്, സകല സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവനെ കാറ കയറ്റി വിടുന്നത്. അവൾ സത്യത്തിൽ ആ ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാൽ അവനൊരു അറിവുപൂർണ്ണമായിട്ടുള്ള ഇന്നത്തെ ഒരു ഈ പ്രണയ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്. പക്ഷെ അവൻ പുറകെ പിന്നെ വരുന്നില്ല വേറെ പ്രശ്നത്തിലൊന്നും. ഇവളെ കുറേ ടോർച്ചർ ചെയ്യുന്നു എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ മെസ്സേജിൽ നമുക്ക് കാണത്തുള്ളൂ. അപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുമായിരുന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു അവർ. അവിടെ നിന്നാണ് അവൾ തിരിച്ച് പ്രബന്ധുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പം അയാളത് നല്ല മനോഹരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. അപ്പം ഒരു പെണ്ണ് തേച്ചിട്ട് പോയി എന്നും പറഞ്ഞ് കൊല്ലാൻ നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രണയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ മേലാത്തവർക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ്. ഒരു സ്ത്രീക്കും അവളുടേതായ വ്യക്തിത്വം ഉണ്ടെന്നും അവളെ നമ്മൾ അങ്ങനെ തന്നെ പരിഗണിക്കണമെന്നും അവളുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ എന്നുള്ളതും വളരെ മനോഹരമായിട്ട് അഖിൽ സത്യന് ഇതിനകത്ത് വരച്ചു കാട്ടുന്നുണ്ട്. അപ്പോൾ പ്രണയ സംബന്ധമായിട്ടുള്ള ആ ഒരു സാധനം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചതിന് ഒരു പ്രത്യേക പൂച്ചുണ്ട് അഖിൽ സത്യന്. അത് ഇന്നത്തെ തലമുറ അത് പ്രത്യേകിച്ച് ഈ വയലൻസ്, പ്രണയത്തിന് റിജക്ഷന് മറുപടി വയലൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ആ കഥാപാത്രങ്ങളെ ശരിക്കും ഒന്ന് മനസ്സിലാക്കണമെന്ന് ഒരു എളിയ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം.